കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകും. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഞങ്ങളെ വണങ്ങരുത്, ഞങ്ങളെ വന്ദിക്കരുത്, ഞങ്ങളെ ആരാധിക്കരുത്. അപ്പോസ്തലന്മാർ ആദ്യ നൂറ്റാണ്ടിൽ അവരുടെ കൈകളാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടന്നപ്പോൾ പൗലൂസിൻ്റെയും ബർന്നബാസിൻ്റെയും കൈയാൽ പിറവിയിലെ തളർന്ന വ്യക്തി ചാടി എഴുന്നേറ്റ് നടന്നപ്പോൾ നാട്ടുകാരെല്ലാം കൂടെ പൂമാലയുമൊക്കെ എടുത്ത് ദേവന്മാരാന്ന് പറഞ്ഞവരെ വണങ്ങാൻ വന്നപ്പോൾ അവർ പറയാണ്, ഞങ്ങളെ വണങ്ങരുത്, ഞങ്ങൾ സാധാരണ മനുഷ്യർ. പത്രോസ് മുഖേന അത്ഭുത സൗഖ്യമുണ്ടായപ്പോൾ അത്ഭുതാദരവുകളോടെ പത്രോസിനെയും യോഹന്നാനെയും ആ യെരുശലേംകാർ നോക്കിയപ്പോൾ പറയണം, ഞങ്ങളെ എന്തിനാ അത്ഭുതത്തോടെ നോക്കുന്നത്? ഞങ്ങളിവിടെ ഒരു നാമം ഉപയോഗിച്ചില്ലേ, യേശുവിൻ്റെ നാമം. ആ നാമത്തിൽ ഇവന് ഈ അത്ഭുത വിടുതൽ ലഭിച്ചത്. പ്രിയപ്പെട്ടവരെ, ദൈവദാസന്മാരൊക്കെ ഈ ലോകത്തിൽ വരും, ദൈവം അവരെ ഉപയോഗിക്കും. അവരിവിടെ നിന്ന് പോയേ പറ്റത്തുള്ളൂ. അവരെ ആരെയല്ല നമ്മൾ കാണുന്നത്. നിശ്ചയമായിട്ടും കർത്താവ് ഉപയോഗിക്കുന്നവരെ നമ്മൾ ബഹുമാനിക്കണം. നമ്മുടെ മേലെ ആക്കി വെച്ചിരിക്കുന്ന കർത്തൃദാസന്മാർക്ക് നമ്മൾ ബഹുമാനം കൊടുക്കണം. അവരെ സ്നേഹത്തോടെ വിചാരിക്കണം, കീഴ്പ്പെട്ടിരിക്കണം. ഇതെല്ലാം ദൈവവചനം പറയുന്നുണ്ട്. പക്ഷേ അവരാരും ദൈവങ്ങളല്ല. ഈ കർത്താവായ യേശുവിൻ്റെ നാമം ആരുപയോഗിച്ചാലും അവിടെ ദൈവപ്രവൃത്തി നടക്കും. നമ്മൾ ആ സന്ദേശത്തിലേക്ക് പോകാൻ പോകുകയാണ്. കൊട്ടാരക്കരയ്ക്ക് സമീപം പുത്തൂരിൽ നടന്ന TV പ്രേക്ഷക മീറ്റിങ്ങിലെ വചന ശുശ്രൂഷയും അവിടെ വന്ന അത്ഭുത സാക്ഷ്യങ്ങളുമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമുക്ക് ആ മീറ്റിങ്ങിലേക്ക് പോകാം. ഞങ്ങളെ വണങ്ങരുത്, ഒരപ്പോസ്തലനെ വണങ്ങരുത്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ്: ഞങ്ങളിൽ എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾ കാണുന്നെങ്കിൽ ആ പ്രത്യേകത തന്ന കർത്താവ് നിങ്ങൾ ഒന്ന് സ്വീകരിച്ചാൽ മതി. നിന്റെ അധരങ്ങളാലും അത്ഭുതങ്ങൾ നടക്കും, നിന്റെ കൈകളാലും രോഗി സൗഖ്യമാകും. നീ കൽപ്പിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. നീ ഇരിക്കുന്ന ഭവനം ഒരു അത്ഭുത ഭവനമായി മാറ്റപ്പെടും. ഇതുപോലെ തന്നെ ഒരു സംഭവമാണ് പൗലൂസിന്റെ ശുശ്രൂഷയിൽ. ആൾക്കാർ പൗലൂസിനെ പൂജിക്കാൻ തുടങ്ങി. ചില മനുഷ്യർ മറ്റു മനുഷ്യരുടെ പൂജ നേടാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. എന്നാൽ അപ്പോസ്തലന്മാരെ പൂജിക്കാൻ തുടങ്ങിയപ്പോൾ അവർ അത് നിഷേധിക്കുകയാണ്. നമുക്ക് നോക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 14:8 മുതലുള്ള വാക്യങ്ങൾ വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഉള്ളൊരു പുരുഷൻ ഇരുന്നിരുന്നു. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ട് അവനെ ഉറ്റുനോക്കി. സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ടെന്ന് കണ്ടിട്ട്, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്കുക എന്ന് ഉറക്കെ പറഞ്ഞു. ശ്രദ്ധിക്കുക, പൗലൂസ് അവിടെ പ്രസംഗിച്ച പ്രസംഗം കേട്ടയാൾക്ക് സൗഖ്യമാവുന്ന വിശ്വാസം വന്നു. അതിൻ്റെ അർത്ഥം പൗലൂസിൻ്റെ പ്രസംഗം ആ ടൈപ്പിലായിരുന്നു. ഇന്ന് എൻ്റെയും പ്രസംഗം ആ പൗലൂസ് പ്രസംഗിച്ച പ്രസംഗം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പൗലൂസ് ചെയ്തെന്താന്ന് ഞാൻ പറയാം. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തു. പൗലൂസിൻ്റെ മറ്റെല്ലാ പ്രസംഗങ്ങളും നോക്കിയാൽ പൗലൂസിൻ്റെ പ്രസംഗങ്ങളുടെ സത്ത ഇത്രയേ ഉള്ളൂ: യേശു മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ഞാൻ അവനെ കണ്ടതാണ്, ഞാൻ സഭയെ ഉപദ്രവിച്ചവനാണ്, യേശുവിനെ ഉപദ്രവിച്ചവനാ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു സഭയെ ഉപദ്രവിക്കാൻ പൊക്കൊണ്ടിരുന്ന എന്നെ വഴിമധ്യത്തിൽ വെച്ച് കണ്ട, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞ് എന്നെ രൂപാന്തരത്തിലേക്ക് നടത്തി. നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 26 മറ്റ് പല വേദഭാഗങ്ങൾ നോക്കുമ്പോൾ പൗലൂസ് എവിടെ പ്രസംഗിച്ചാലും തൻ്റെ സാക്ഷ്യം പറയും.
ഞാൻ അവനെ ഉപദ്രവിച്ചവനാ, ഞാൻ സഭയ്ക്ക് ശത്രുവായി നടന്നവനാ, ഞാൻ ക്രിസ്തുവിന്റെ ദാസന്മാരെ കല്ലെറിഞ്ഞു കൊന്നവനാ, ഞാൻ കുലപാതകിയ. പക്ഷേ തൻ്റെ ഒരു മഹത്വം പൗലൂസിന് പറയാനില്ല. ഇതുപോലെ എനിക്കും നിങ്ങളോട് പറയാനുള്ള, മദ്യത്തിലും ലോകമോഹത്തിലും വഴിതെറ്റി നടന്നൊരു വ്യക്തിയാണ് ഞാൻ. ഇതുപോലുള്ള പ്രസംഗങ്ങളെയും പ്രസംഗകരെയും ദുഷിച്ചവനാ ഞാൻ. എന്നാൽ കൃപയുള്ള യേശു ഇന്നിവിടെ ഉയർത്തപ്പെടുന്ന ഒരാൾ മാത്രമായിരിക്കും, അത് യേശു മാത്രമായിരിക്കും. പൗലൂസിന് ഇതാണ് പറയാനുള്ള, കുലപാതകിയായ വഞ്ചകനായ എന്നെ, മതഭ്രാന്തനായിരുന്ന എന്നെ, മതഭ്രാന്ത് മൂത്ത് ക്രിസ്തു സഭയെ ഉപദ്രവിച്ച് മുടിക്കാൻ കച്ചകെട്ടി ഇറങ്ങി പുറപ്പെട്ട എന്നെ, ആ സ്നേഹത്തിന്റെ വാക്കുകളുമായി ഉയർത്തെഴുന്നേറ്റ യേശു ദമസ്കോസ് റോഡിൽ വെച്ച് എന്നെ കണ്ടുമുട്ടി. ശൗലേ ശൗലേ എന്ന സ്നേഹത്തോടെ എന്നെ വിളിച്ചു. ആ ഒറ്റ ശബ്ദത്തെങ്കിൽ എൻ്റെ ജീവിതം രൂപാന്തരപ്പെട്ടു. ഞാനതിന് സാക്ഷിയാണ്. താൻ അവരോട് പറഞ്ഞു, ഈ പ്രസംഗങ്ങളിലെല്ലാം പറഞ്ഞു, ആ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി സകല സൃഷ്ടിയോടും എന്ത് ചെയ്യണം? യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയണം. ആര് വിശ്വസിക്കുമോ അവരെന്ത് ചെയ്യും? രക്ഷിക്കപ്പെടും. അവരുടെ പാപം മോചിക്കും, നിത്യജീവൻ കിട്ടും. ഇന്ന് എന്നെ പുത്തൂരിൽ ഓഡിറ്റോറിയത്തിനകത്തും TV പ്രോഗ്രാമിൽ കേട്ടോണ്ടിരിക്കുന്നതോട് പറയാം, പാപമോചനത്തിനായി ഇനി ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ചെയ്ത പാപങ്ങൾ, നിങ്ങളുടെ പിതാക്കന്മാർ നിങ്ങളുടെ മേൽ തന്ന ശാപങ്ങൾ, അതിൻ്റെ കെട്ടുകൾ പൊട്ടുവാൻ 1 രൂപ ദൈവത്തിന് കൊടുക്കണ്ട. കൊടുത്ത് തീർക്കാൻ കഴിയുന്ന ഒരു സമ്പന്നനും ഈ ലോകത്തില്ലായകയാൽ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, നിങ്ങളെ വീണ്ടെടുക്കുന്നത് വെള്ളി, പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടായ യാഗവസ്തുവായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താലത്ത്. യേശു ക്രിസ്തു ഉയർത്തു, എൻ്റെ പാപത്തിനായി മരിച്ചു എന്ന് വിശ്വസിക്കുന്ന വ്യക്തിക്ക് എന്തുണ്ട്? പാപമോചനം ഉണ്ട്. ചില വിചാരിക്കും ഞാൻ ചെറുപ്പം മുതൽ ചെയ്ത എല്ലാ പാപവും ഏറ്റു പറയണം. ഓർക്കുമെങ്കിൽ പറഞ്ഞു, അതൊന്നും നടപ്പുള്ള കാര്യമല്ല. യേശു കാൽവറിയിൽ എൻ്റെ പാപപരിഹാരത്തിനായി രക്തമൂറ്റി അവൻ ഉയർത്ത് ജീവിക്കുന്നു എന്ന് ഇവിടെ നിന്ന് ഒരൊറ്റ വ്യക്തി വിശ്വസിച്ചാൽ, ഹൃദയത്തിൽ ഏറ്റെടുത്താൽ അവൻ്റെ മുഴുവൻ പാപവും ക്ഷമിക്കപ്പെടും. പത്രോസ് ഇങ്ങനെ പ്രസംഗിച്ചു, അവൻ്റെ നാമനിമിത്തം അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും പാപമോചനം ഉണ്ട്. വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കും എന്ന് പത്രോസിന്റെ മറ്റൊരു പ്രസംഗത്തിൽ അപ്പോസ്തല പ്രവൃത്തി 15 നമ്മൾ വായിക്കുന്നു. യേശുവിൻ്റെ രക്തം എൻ്റെ പാപപരിഹാരത്തിനാണെന്ന് ഇന്ന് ഈ ഓഡിറ്റോറിയത്തിൽ ആരെങ്കിലും വിശ്വസിക്കുന്നെങ്കിൽ അവർ കരമുയർത്തി അതൊന്ന് പറയുമോ? ക്രൂശിൽ എൻ്റെ പാപപരിഹാരം നടന്നു എന്ന് ഏറ്റുപറയുന്ന ഓരോരുത്തരോടും ഞാൻ പറയാം, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം നമ്മുടെ പാപങ്ങളെ മോചിക്കുക. വിശ്വസിച്ചാൽ മതി. വിശ്വസിച്ചാൽ ഉടനെ നമ്മുടെ ചെവി വന്ന് പാപം മോചിച്ചെന്ന് പറയത്തൊന്നുമില്ല. അതാ വിശ്വാസം. വിശ്വാസത്തിന് പിന്നെ ഒരു ശബ്ദത്തിന്റെ ആവശ്യമില്ല. വിശ്വസിച്ചാൽ മതി. നടന്നു, എന്നെ പൈതലാക്കി, എന്നെ വീണ്ടും ജനിപ്പിച്ചു, ഞാൻ ദൈവ പൈതലായി, എൻ്റെ പാപം ക്ഷമിച്ചു എന്ന് വിശ്വസിക്കുന്ന നിമിഷം നമ്മൾ ദൈവമക്കളായി. ഇങ്ങനെ വായിക്കുക, വിശ്വസിക്കുകയും, യേശു പറഞ്ഞു വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞു. അപ്പൊ പൗലൂസും അത് തന്നെ പ്രസംഗിച്ചു. ഈ ഉയർത്തെഴുന്നേറ്റ യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവർ രക്ഷ പ്രാപിക്കും. അതുപോലെ കൂടെ ഉയർത്തെഴുന്നേറ്റ യേശു ഇങ്ങനെയും കൂടെ പറഞ്ഞത് പൗലൂസ് എടുത്തു പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നില്ല, പക്ഷെ കാണാത്ത കാര്യങ്ങൾക്ക് അടയാളമുണ്ട്. കാറ്റിനെ നമ്മൾ കാണുന്നില്ല, പക്ഷെ ഇവിടെ കാറ്റടിക്കുമ്പോൾ, ആ വസ്ത്രത്തലപ്പുകൾ അനങ്ങുമ്പോൾ, ഈ ഫാനിൻ്റെ കാറ്റ് ഇവിടുന്ന് കാറ്റ് വരുന്നുണ്ടെന്ന് വസ്ത്രത്തലപ്പുകൾ അനങ്ങുന്ന അടയാളത്താൽ പിടികിട്ടുന്നത് പോലെ യേശു പറഞ്ഞു, ഞാൻ ഉയർത്ത് ജീവിക്കുന്നു. ഈ വചനം പ്രസംഗിക്കുന്ന എവിടെയോ അവിടെ ഞാൻ ഉണ്ടായിരിക്കും. അതിൻ്റെ മധ്യത്തിൽ ഞാൻ ഉണ്ടായിരിക്കും. അത് അടയാളങ്ങളാൽ നിങ്ങൾക്ക് വെളിപ്പെടും. എങ്ങനെ? വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ, കാണത്തക്കമുള്ള അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, മരണകരമായത് കുടിച്ചാലും ഹാനി വരികയില്ല, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, വിശ്വസിക്കുന്നവർ കൈവച്ചാൽ രോഗികൾ സൗഖ്യമാകും. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 14 പൗലൂസിന്റെ പ്രസംഗത്തിൽ രോഗസൗഖ്യം വരെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ അവിടെ ഇരുന്ന ലുസ്ത്രയിലെ മുടന്തന് അവന് സൗഖ്യമാകാൻ വിശ്വാസമുണ്ടെന്ന് പ്രസംഗിച്ച പൗലൂസിന് പിടികിട്ടി. അപ്പൊ പ്രസംഗിച്ച പൗലൂസ് സൗഖ്യമാക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്നും കൂടെ പ്രസംഗിച്ചു.
ചെല്ലു പറയുന്ന നിത്യജീവൻ മാത്രം പറഞ്ഞാൽ മതി, അത്ഭുതമാണോ രോഗശാന്തിയാണോ പ്രസംഗിക്കുന്നതെന്നൊക്കെ ചോദിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ നിത്യജീവനായ ക്രിസ്തു എവിടെയെങ്കിലും പ്രസംഗിക്കപ്പെട്ടാൽ നിത്യജീവൻ മാത്രമല്ല, ശരീരത്തിലും ജീവൻ വ്യാപരിക്കും. കാണാത്ത കണ്ണുകൾ കാണാൻ തുടങ്ങും, കേൾക്കാത്ത കാതുകൾ കേൾക്കാൻ തുടങ്ങും, ക്യാൻസറുകൾ അപ്രത്യക്ഷമാകും, തളർന്ന ശരീരങ്ങൾ വിടുതലാകും. കാരണം അവൻ്റെ ജീവൻ വിശ്വസിക്കുന്നവരിലേക്ക് വ്യാപരിക്കും. വായിച്ചാട്ടെ. സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്. അപ്പൊ പൗലൂസിന്റെ പ്രസംഗം അവരിൽ എന്തുണ്ടാക്കി? വിശ്വാസം ഉണ്ടാക്കി. ആ വിശ്വാസം നിങ്ങളിൽ ഉണ്ടാക്കാനാണ് ഞാനും പ്രസംഗിക്കുന്നു. ഇന്ന് ചില അത്ഭുതങ്ങൾ നിങ്ങൾ പ്രാപിക്കാൻ നിങ്ങളുടെ അകത്ത് വിശ്വാസം വരും. സൗഖ്യമാകാനുള്ള വിശ്വാസം അവനുണ്ടെന്ന് പൗലൂസ് കണ്ടു. എല്ലാവരും പറഞ്ഞ വിശ്വാസം കാണാം. ഒരാളുടെ മുഖത്ത് വിശ്വാസമുണ്ടെങ്കിൽ അത് കാണാം, നിരാശയുണ്ടെന്ന് കാണാം, ഭയമുണ്ടെങ്കിൽ അത് കാണാം, എല്ലാം തീർന്നെങ്കിൽ അത് കാണാം, ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നവരുടെ മുഖത്ത് അത് കാണാം. എന്നാൽ കർത്താവിൽ വിശ്വസിക്കുന്നവരുടെ മുഖത്ത് ഇല്ല, ഞാൻ മരിക്കത്തില്ല, ഇനി ഞാൻ ജീവിക്കും, എനിക്ക് പ്രതീക്ഷയുണ്ട്, എനിക്ക് സൗഖ്യം നടക്കും, എനിക്ക് അത്ഭുതം നടക്കും, യേശുവിൻ്റെ കരം ഇന്ന് എന്നെ തൊടും. പ്രൈസ് ദി ലോർഡ്. ചിലർ വിചാരിക്കുന്നത് ഈ പ്രസംഗിക്കുന്ന പൗലൂസുമാരാ സൗഖ്യം തരുന്നെന്ന്. അല്ല, സൗഖ്യമാകാനുള്ള വിശ്വാസം അവനിലുണ്ടായി. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഇന്ന് അതാ എനിക്ക് പറയാനുള്ളത്. ഒരസാധാരണത്വം ആരിലില്ല. ഞങ്ങളെ പൂജിക്കരുത്, പ്രസംഗകരെ പൂജിക്കരുത്, അവരെ അതിമാനുഷരായി ചിന്തിക്കരുത്. താഴോട്ട് വായിച്ചാട്ടെ. ഈ വിശ്വാസം ഈ വ്യക്തിക്കുണ്ടായിരുന്നുകൊണ്ട് ഈ വ്യക്തി ആ വചനം ഏറ്റെടുത്തപ്പോൾ തന്നിൽ വിശ്വാസമുണ്ടായി. അവന് വിശ്വാസമുണ്ട് എന്ന് പൗലൂസ് കണ്ടിട്ട് വായിച്ചാട്ടെ. നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്കുക എന്ന് നീ ഉറക്കെ പറഞ്ഞു. എഴുന്നേക്ക. എന്താ പറഞ്ഞ്? അവളെ പിടിച്ചെഴുന്നേപ്പിച്ചൊന്നുമില്ല. നീ എഴുന്നേക്ക. അമ്മയുടെ ഗർഭം മുതൽ നടന്നിട്ടില്ലാത്ത വ്യക്തി വചനം അകത്തി എന്നപ്പോൾ ശക്തി വ്യാപരിച്ചു. ആ കൂടെ വചനം പറഞ്ഞു, നീ എഴുന്നേൽക്ക. ഇന്ന് നീ എഴുന്നേൽക്ക, നീ എഴുന്നേൽക്ക, നീ എഴുന്നേൽക്ക, നീ എഴുന്നേൽക്ക, നീ എഴുന്നേൽക്ക. വചനം നിനക്ക് വരുന്നു. നീ എഴുന്നേൽക്ക. നിന്റെ കാലുകൾ ഉറയ്ക്കും. നീ എഴുന്നേൽക്ക. ആ രോഗക്കെട്ട് നിന്നെ പൊട്ടിമാറും. ഇനി രോഗിയായി കിടക്കരുത്. നീ എഴുന്നേൽക്ക, നീ എഴുന്നേൽക്ക, നീ എഴുന്നേൽക്ക, നീ എഴുന്നേൽക്ക. വായിച്ചാട്ടെ. നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നീ നിൽക്കുക, എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്കുക നിവർന്നു നിൽക്ക. എന്നുറക്കെ പറഞ്ഞു. അയാളെ പിടിച്ചില്ല, താങ്ങിയെടുത്തില്ല, വചനം കൊടുത്തു. ഇന്ന് അതേ വചനമാ ഇവിടെ പ്രസംഗിക്കപ്പെടുന്നു. ഉയർത്തെഴുന്നേറ്റ വചനം, ചങ്ങലകളെ പൊട്ടിക്കുന്ന വചനം. ഇന്ന് എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയാം, നിന്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയെയും പൊട്ടിച്ചെഴുന്നേക്കാൻ ഈ വചനം ഏറ്റെടുത്താൽ സാധിക്കും. തോമസ് ഊട്ടി ബ്രദർ അല്ല വിടുവിക്കുന്നത്, തങ്കു ബ്രദർ അല്ല വിടുവിക്കുന്നത്, വചനം അയച്ച് അവൻ സൗഖ്യമാക്കുകയാണ്. പത്തനംതിട്ട നടന്നൊരു മീറ്റിംഗിൽ തോമസ് വന്ന മെസ്സേജ് എടുക്കുന്നത്, ഈ സഹോദരി ആ മീറ്റിംഗ് കയറി വരിക, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതാ. കയറി വരുമ്പം തോമസ് ഇങ്ങനെ പറയുന്നു, ഇന്ന് എനിക്ക് സൗഖ്യം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇനി മേലാൽ ഇതിനൊന്നും പോകത്തില്ലെന്നും പറഞ്ഞ് ഒരു സഹോദരി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ സഹോദരി കയറി വരില്ല. അത് ഈ സഹോദരിയായിരുന്നു. ആഹാ, പത്തനംതിട്ട ആളെ കാണണമെന്നും കൊണ്ടാ വന്നത്. പുത്തൂരെങ്കിലും പിടി കിട്ടിയല്ലോ. നമുക്കൊരു ഹല്ലേലൂയ പറയാം. യൂട്രസിനകത്ത് മുഴയുമായി വളരെ ഭാരപ്പെട്ടിരിക്കുകയായിരുന്നു സഹോദരി. ആ പറഞ്ഞപ്പോൾ തന്നെ ശരീരത്തിൽ എന്തൊരു അനുഭവം ഉണ്ടായി, ആ മുഴ അങ്ങ് പോയി. ഞാനിങ്ങനെ ഒന്ന് കയറിയപ്പം ഇങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഭയങ്കര പ്രാർത്ഥനയൊക്കെ നടക്കുന്നു. പക്ഷെ എനിക്ക് അതിനകത്തൊന്നും ഞാൻ ചുമ്മാ ഇരിക്കുകയായിരുന്നു. അപ്പം തോമസ് കുട്ടി ബ്രദർ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, ഈ മീറ്റിങ്ങിൽ ഒരു വ്യക്തി ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ വന്ന് വലത്തുകാലം വെച്ച് കയറിയപ്പോൾ ഇങ്ങനെ പറഞ്ഞേക്ക് ഒരു സൗഖ്യം ഇല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് കളഞ്ഞുകൊണ്ട് പോകും, പിന്നെ ഒരു സഭയിലും പോകത്തില്ല എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാനൊക്കെ ഭയങ്കര കരച്ചിലൊക്കെ അറിഞ്ഞ്, പക്ഷെ ആ പുറത്തൊക്കെ കയറി അങ്ങനെയൊക്കെ പറഞ്ഞേച്ചാ വന്നിരുന്നു. അങ്ങനെ പോരോലങ്കരെയും പെരുത്ത്. പക്ഷെ എനിക്ക് അരിസസിൻ്റെ അസുഖമായിട്ടാണ് ഞാൻ വന്നത്. പെട്ടെന്ന് അസുഖമൊക്കെ അങ്ങ് വിട്ട് മാറി. യൂട്രസിൽ മുഴയുണ്ടായിരുന്നു. സ്കാൻ ചെയ്തപ്പം ഡോക്ടർ പറഞ്ഞു മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. മുഴയില്ല. അന്ന് പ്രാർത്ഥിച്ചു വേണ്ട അനുഭവം ഉണ്ടായിരുന്നു. 2 വർഷം മുമ്പ് പത്തനംതിട്ട നടന്ന മീറ്റിങ്ങിൽ യേശു മകളെ തൊട്ടു. എനിക്ക് സൗകര്യം അറിയത്തില്ല, പക്ഷെ നമ്മുടെ ചിന്തകൾ പോലും വിദൂരത്ത് നിന്ന് അറിയുന്ന ഒരു നല്ല കർത്താവിന് കരമടിച്ചൊന്ന് സ്തുതിച്ച് TV കണ്ടു കിട്ടിയൊരു അത്ഭുത സൗഖ്യമാണ്. ഈ സഹോദരിക്ക് 6:30 സന്ധിവാതത്തിൻ്റെ അസുഖമായിരുന്നു. ഒരു 3 മാസം മുമ്പ് TV കണ്ടുകൊണ്ടിരിക്കുമ്പം
തോമസ് മെസ്സേജ് എടുത്തുകൊണ്ടിരിക്കുക. അന്നേരം പ്രാർത്ഥിക്കാൻ നേരത്ത് പറഞ്ഞു, സന്ധിവാതമായ ഒരു സഹോദരി എന്നെ കേൾക്കുന്നുണ്ട്, ഇപ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കണം, കർത്താവ് അത്ഭുത സൗഖ്യം തരും എന്ന് പറയുമ്പോൾ തന്നെ ശരീരത്തിൽ എന്തോ ഇറങ്ങി അങ്ങ് പോയി. അന്ന് അവിടെ വെച്ച് സൗഖ്യമായി. അതിനു മുമ്പ് ജോലിക്ക് പോകത്തില്ല, ഇപ്പൊ ജോലിക്ക് പോകുന്നു, വീട്ടിലെ ജോലി എല്ലാം ചെയ്യുന്നു, അത്ഭുതകരമായി കർത്താവ് നടത്തുന്നു. എത്ര നാളീ രോഗം ഉണ്ടായിരുന്നു? ഒത്തിരി നാളുകൊണ്ടേ ഉണ്ടായിരുന്നു. എവിടെയാ സ്ഥലം? എവിടാ? ഇവിടെ യശൻപുരത്ത്. അങ്ങനെ ഞാൻ ഈ മെഡിക്കൽ കോളേജിലും ചീരങ്കാവിലും ഒക്കെ അങ്ങനെ അസുഖമായിട്ട് കിടന്ന് എനിക്ക് എല്ലാ സന്ധികൾക്കും എല്ലാ സന്ധ്യകൾക്കും ഉണ്ടായിരുന്നു. ദേഹം മൊത്തം അങ്ങ് നീരായിരുന്നു. വിരലുകളൊന്നും ഇങ്ങനെ മടക്കാൻ പറ്റത്തില്ലായിരുന്നു. കുനിഞ്ഞ് നടക്കാനൊക്കത്തില്ല. ഈ ഉയരം ഉള്ളിടത്തേ ഇരിക്കാൻ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെ ഇരുന്നിട്ട് ഇന്നിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര വേദന കൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. കണ്ണൊക്കെ അങ്ങ് ചുമന്ന് കണ്ണിൽ കൂടെ വെള്ളം എടുക്കുമായിരുന്നു. എത്ര വർഷത്തോളം ഈ രോഗം ഉണ്ടായിരുന്നു? എൻ്റെ മോൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ഇപ്പം മോൻ എഞ്ചിനീയറിംഗിന് പഠിക്കുക. അവന് 22 വയസ്സുണ്ട്. ഓ, അത് ശരി. അപ്പം 10 വർഷം, അടുത്ത് 5-8 വർഷം ഉണ്ടായിരുന്നു. ഡോക്ടർമാരെയൊക്കെ കാണിച്ച് ഇത് മരിക്കും കാലം വരെ ഈ അസുഖം ഉണ്ടാവൂന്ന് പറഞ്ഞു ഡോക്ടേഴ്സ് പറഞ്ഞു. എവിടെ? ഏത് ഹോസ്പിറ്റലാ? മെഡിക്കൽ കോളേജില്. എവിടെ? തിരുവനന്തപുരത്ത്. അവിടെ പോയപ്പോ ഇനിയും ഈ രോഗം മാറത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ ഈ TV-യിൽ പരിപാടി കണ്ട് ഞാൻ അങ്ങനെ കേട്ടോണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ വേദനയുള്ള ഭാഗങ്ങളിലെല്ലാം കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞൊക്കെ എനിക്ക് തോന്നി എൻ്റെ ദേഹത്ത് നിന്ന് ഏതോ ഇറങ്ങി. ശുശ്രൂഷയിൽ ഞാൻ പറഞ്ഞായിരുന്നു. എന്തോ പറഞ്ഞേ? ഈ സന്ധിവാതമുള്ളവര് ആ ഭാഗങ്ങളിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, യേശുവിനെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എനിക്ക് അത് ഇങ്ങനെ അനുഭവപ്പെട്ട് അങ്ങനെ എനിക്ക് ഇരുന്നിടത്ത് നിന്നിക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഞാൻ ചാടി കണ്ടോണ്ടിരുന്നപ്പോ തന്നെ ചാടി എണ്ണിച്ചു. ഇപ്പൊ ഒരു അസുഖവും ഇല്ല എനിക്ക്. ഇന്നാളി ചെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴും ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അന്ന് ഈ ചാടി എഴുന്നേറ്റ ശേഷം എല്ലാ വേദനകളും എല്ലാം മാറി. ഇപ്പൊ ഞാൻ ജോലിക്കെല്ലാം പോയി, വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യും. മറ്റേ ചെയ്യാൻ മേലായിരുന്നു. തറയിൽ ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. കുനിഞ്ഞിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇപ്പൊ എനിക്ക് തറയിൽ ഇരിക്കുക, ഇന്നിക്കുക, എല്ലാം ചെയ്യാം. ഇതൊരു അത്ഭുത സാക്ഷ്യമാണ്. 16 വർഷമായിട്ട് ഈ സഹോദരന് പുറകിൽ ബാക്ക് പെയിൻ ആയിരുന്നു. പുള്ളി വർക്ക്ഷോപ്പ് നടത്തുന്ന ആളാണ്. എന്നാൽ മാവേലിക്കരയ്ക്ക് അടുത്തു നിന്നാണ് വരുന്നത്. എന്നാൽ ഇവിടെ വന്നപ്പോഴും പുള്ളിക്ക് വേദനയുണ്ടായിരുന്നു, സഹോദരന് വേദന ഉണ്ടായിരുന്നു. എന്നാൽ സഹോദരൻ പറയുന്നത് ആരോ ഒരാൾ എൻ്റെ പുറത്ത് തലോടുന്നത് പോലെ ഒരു അനുഭവം ഉണ്ടായി. എന്നാൽ ഇപ്പോൾ പൂർണ്ണ സൗഖ്യം അനുഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ബ്രദർ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്നുകൊണ്ട് മനസ്സിൽ സങ്കല്പിച്ച് ജീസസ് എൻ്റെ അടുത്ത് വരണമെന്ന് ആഗ്രഹിച്ച് ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് ശക്തിയായി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ തലയുടെ പുറവശത്തോടെ എൻ്റെ നാട്ടിൽ ഞാൻ സ്വപ്നം മനസ്സിലേക്ക് ആകിച്ചു. ആ യേശുവിൻ്റെ കൈ ഇങ്ങനെ തടകുന്നതായിട്ട് മുകളിൽ നിന്ന് തടകി താഴേക്ക് വന്ന് എൻ്റെ നട്ടൽ വന്നപ്പോഴത്തേക്ക് എന്തോ ഒരു തണുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത്, അങ്ങനെ ആ തണുപ്പ് എന്നെ വലിച്ചു മാറ്റുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ട് ഞാൻ അന്നേരം തന്നെ ചെക്ക് ചെയ്ത് എനിക്ക് കുനിയാൻ പറ്റുന്നുണ്ട്, ചിരിയാൻ പറ്റുന്നുണ്ട്. എനിക്ക് വളരെ അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ജീസസ് എന്നെ തൊട്ടിരിക്കുന്നു. ഇപ്പൊ കുനിയാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. ഒന്ന് കുനിഞ്ഞേ. വേദനയില്ല, ഇല്ല, സൗഖ്യമായി, പൂർണ്ണമായും സൗഖ്യമായിരിക്കുന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഇത് എത്ര നാളായെന്നാ പറഞ്ഞേ? 16 വർഷമായിട്ട് എനിക്ക് കൂടുതൽ സമയം നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ജോലി ചെയ്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് കുനിഞ്ഞൊന്ന് ജോലി ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പം വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് യേശു ഇന്ന് എൻ്റെ ശരീരത്തിൽ തൊടണമെന്ന് ഞാൻ വളരെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിച്ചു വന്നതാണ്. അതിനെനിക്ക് ഫലമുണ്ടായിരിക്കുന്നു, സൗഖ്യമുണ്ടായിരിക്കുന്നു. യേശു എന്നെ തൊട്ടിരിക്കുന്നു. ഈ സഹോദരിക്ക് 2 ആഴ്ചകൾക്ക് മുമ്പ് നെഞ്ചിനകത്ത് വേദനയായിരുന്നു. കാര്യം കുഞ്ഞുങ്ങളുടെയൊക്കെ പറയാൻ പറ്റത്തില്ല. സഹോദരൻ്റെ ഹസ്ബൻഡ് ചില നാളുകൾക്ക് മുമ്പ് നെഞ്ചുവേദനയാൽ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയി. അതുകൊണ്ട് കുഞ്ഞുങ്ങളോട് പറയാൻ കഴിയത്തില്ല. വേദന എടുത്ത് ഭാരപ്പെട്ടിരിക്കുമ്പോൾ TV പ്രോഗ്രാം കണ്ട് ഈ സഹോദരി പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ ആ നെഞ്ചുവേദന കർത്താവ് സൗഖ്യമാക്കി. വലിയ പ്രയാസമായിരുന്നോ? വലിയ പ്രയാസമായിരുന്നു. വേദന കുഞ്ഞുങ്ങളടുത്ത് പറയാത്ത അച്ഛനും അതുപോലെ നെഞ്ചരപ്പ് വന്നതാണ്. അപ്പം അതുപോലെ അമ്മയ്ക്ക് സംഭവിക്കുമല്ലോ എന്നുള്ള രീതിക്ക് ഞാൻ പെയ്യെ പറയാതെ വേദന കൂടുതലായിട്ട് വരുമ്പം ഞാൻ കർത്താവിനെ വിളിക്കും. കർത്താവെ എൻ്റെ വേദന മാറ്റിത്തരണേ, മക്കൾ അറിയിക്കാതെ മുമ്പ് എൻ്റെ വേദന അങ്ങ് മാറണേന്ന് പറഞ്ഞ് ഇരുന്ന ഒരു വ്യാഴാഴ്ച സമയത്ത് തോമസ് കുട്ടി ബ്രദറിൻ്റെ പ്രാർത്ഥന രാവിലെ ഞാൻ എഴുന്നേറ്റ് ആ TV വെച്ചപ്പോഴത്തെ പ്രാർത്ഥന. അപ്പോൾ തോമസ് കുട്ടി ബ്രദർ പറയുന്നത് എന്തോന്നു, വേദനയുള്ള ഭാഗത്ത് കൈവച്ചൊന്ന് പ്രാർത്ഥിച്ച് നിമിഷം വേദന മാറിക്കിട്ടും. കർത്താവെ ഞാൻ അങ്ങനെ വേദന ഉള്ള ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഇപ്പം വരെ എനിക്ക് ആ വേദന വന്നിട്ടില്ല. ആ കൂടെ ഒന്ന് ചിരിച്ച എല്ലാവരും എന്തൊരു സന്തോഷമാ. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കുന്നു. TV പ്രോഗ്രാം നടന്നൊരു സൗഖ്യമാണ്. ഈ സഹോദരിയുടെ ഹസ്ബൻഡ് ആക്സിഡൻ്റ് ആയിട്ട് ഒരു മുറി കിടക്കുക. ഈ സഹോദരിക്ക്
യൂട്രസിനകത്തൊരു മഴ, സർജറി കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പം നട്ടൽ അകൽച്ച ആകെ പ്രശ്നമായി. ഭവനത്തിൽ സമാധാനം കിടക്കുന്ന സമയം ഇവർ പിന്നെ യേശുക്രിസ്തുവിനെ അറിയാവുന്ന ബാക്ക്ഗ്രൗണ്ടുള്ളവരല്ല. അപ്പോൾ അങ്ങനെ ഒരു ദിവസം സഹോദരി ഹസ്ബൻഡിന് ചായ കൊടുക്കാൻ പോയപ്പം ആ സമയത്ത് സർജറി എല്ലാം കഴിഞ്ഞെങ്കിലും മരുന്ന് കഴിക്കുക. യൂട്രസിൽ സർജറി കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നട്ടലാകുന്നു. പിന്നെ നോക്കുമ്പോൾ 6 മുഴ യൂട്രസിനകത്ത്. അതിനുശേഷം ഇങ്ങനെ സഹോദരി ആത്മഹത്യ ചെയ്യണമെന്ന് ഉള്ളിൽ തീരുമാനിച്ചിരിക്കുന്ന സമയം ഭർത്താവിന് ചായ കൊടുക്കാൻ രാവിലെ ചെല്ലുമ്പം ഭർത്താവ് TV പ്രോഗ്രാം രാവിലെ കണ്ടുകൊണ്ടിരുന്നു. ഈ സഹോദരി അതിലോട്ടൊന്ന് നോക്കിയപ്പോൾ സഹോദരിക്ക് അതിനകത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേട്ടു. അതുവഴി സഹോദരി വിളിച്ചു, കോട്ടയത്ത് വിളിച്ചു, പ്രാർത്ഥിച്ചു. ഇപ്പം പൂർണ്ണ സൗഖ്യം. 6 മുഴ കാണുന്നില്ല. ഹസ്ബൻഡ് ഇവിടെ വന്നിട്ടുണ്ട്. കുടുംബം മൊത്തം കർത്താവിനെ അറിഞ്ഞു. ഹസ്ബൻഡ് എന്ത് ചെയ്യേ? ആദ്യം മുഴയായിരുന്നു, 1 മുഴയായിരുന്നു. അത് സർജറി കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് നട്ടലിന് വേദന വന്ന് അങ്ങനെ കാല് കുനിയാനും നൂരാനും ഒന്നും പറ്റത്തില്ലായിരുന്നു. അങ്ങനെ പോയി ഓർത്തോ ഡോക്ടറെ കണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് നട്ടലിന് അകൽച്ചയാ, കുനിയരുത്, നൂരരുത്, സ്റ്റെപ്പ് കയറരുതെന്നൊക്കെ പറഞ്ഞ്. പിന്നീട് ഈ നട്ടലിൻ്റെ പ്രശ്നത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പം വീണ്ടും വയറിൽ പ്രശ്നമായി. വീണ്ടും മുഴയുണ്ടോ? ഡോക്ടറെ ചെന്ന് കണ്ട് സ്കാൻ ചെയ്തപ്പോൾ 6 മുഴയുണ്ട്. മോള് വന്ന് അഡ്മിറ്റ് ആവണം, ഇനി ഇത് വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ്. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യുക. ഈ ആഴ്ചയിൽ തന്നെ. അങ്ങനെ വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് TV കാണുന്നതും. അന്ന് ബ്രദർ തന്നെ TV കണ്ടോണ്ടിരിക്കുകയായിരുന്നു. വേറെ ചാനലുകൾ മാറി വന്നപ്പോൾ ഇത് കണ്ടതാ, അറിയാതെ കണ്ടതാ. അന്നേരം ആ സഹോദരി ചായയായിട്ട് വരുന്നു. അതെ അത് തന്നെ. അങ്ങനെ ചായയും കൊണ്ട് ചെന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഇത് കണ്ടപ്പോൾ കൊള്ളാലോ എന്ന് തോന്നി. പിറ്റേന്നും ചെന്ന് പിറ്റേന്ന് ആ സമയമായപ്പോൾ പോയി കണ്ടു. അപ്പോൾ ഒരു ദിവസം നമ്പർ എടുത്ത് 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം എനിക്ക് നമ്പർ കിട്ടിയ. വിളിച്ചപ്പോൾ എന്നോട് ആ സഹോദരി ഇങ്ങനെയാണ് പറയുന്നത്, സഹോദരി വിശ്വസിച്ചാൽ കത്തി വയറ്റത്ത് വെക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇതുകൂടെ നോക്കാം, എനിക്ക് വിശ്വാസമാണെന്ന് ഞാൻ പറഞ്ഞു. അവരൊരു മണിക്കൂർ കൂടുതൽ ആ സഹോദരി എന്നോട് കൊണ്ട് ഫോണിൽ കൂടെ സംസാരിച്ച്. പക്ഷേ പിന്നെ ഞാൻ കൊല്ലത്തെ നമ്പർ തന്ന ആ സഹോദരി ബിനു ബ്രദറിൻ്റെ, അവിടെ വിളിച്ചിട്ട് ഞാൻ ആരാധനയ്ക്ക് പോയപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു മനസ്സമാധാനം കിട്ടി. അങ്ങനെ പക്ഷേ എനിക്കിപ്പോൾ കർത്താവിൻ്റെ കൃപയാലെ ഈ വയറ് സംബന്ധമായിട്ടോ നട്ടല് സംബന്ധമായിട്ടോ യാതൊരു പ്രശ്നവും ഇല്ല. 2014 കർത്താവിനെ അറിയുന്നത്. ഇതുവരെ പിന്നീട് ഡോക്ടറെ കാണാൻ പോയിട്ടില്ല. ലിവറിന് പ്രശ്നം ഉണ്ടായിരുന്നു, കിഡ്നിക്ക് സ്റ്റോൺ ഉണ്ടായിരുന്നു. ഇത് സംബന്ധമായിട്ട് യാതൊരു വിഷയവും എനിക്കില്ല. ഒരു കുഴപ്പമില്ല. ഇപ്പം ആരോഗ്യമായി. കാര്യം അടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങളും വിളിക്കണം. പ്രയർ ടവറിൽ വിളിച്ചുണ്ടായ ഒരു അത്ഭുത സൗഖ്യമല്ലേ നമ്മൾ കേട്ടത്. ഇന്നത്തെ സന്ദേശത്തിൽ കേട്ടതുപോലെ ഇവിടെ പ്രയർ ടവറിൽ ഇരിക്കുന്നവർ ദിവ്യന്മാരായതുകൊണ്ടല്ല, പ്രാർത്ഥിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാകയാൽ അവിടെ വിടുതൽ സംഭവിക്കും. പലപ്പോഴും നമുക്കൊക്കെ ഉള്ളൊരു കാര്യം, നമ്മളുടെ ഒരു കാര്യം വരുമ്പോൾ നമുക്ക് വേറൊരാൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വലിയൊരു ബലമാണ്. പക്ഷെ മറ്റൊരാളുടെ കാര്യത്തിൽ നമുക്ക് പറയാനും അവരെ ധൈര്യപ്പെടുത്താനും നമുക്ക് പറ്റും. എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാം ഇങ്ങനെ കുറച്ചുകൂടെയൊക്കെ ഒരു സ്പിരിച്വലി ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആക്കിയാണ് ദൈവം വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളൊക്കെ ഓർക്കും നമ്മൾ വലിയ ആൾക്കാരാണ്. എനിക്കൊരാവശ്യം വരുമ്പോൾ നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ചിലർ പലപ്പോഴും അവരെ ഓർക്കാറുണ്ട്, തങ്കു ബ്രദറോ തോമസ് ഊട്ടി ബ്രദറോ പ്രാർത്ഥിച്ചാലേ വിടുതൽ കിട്ടത്തുള്ളൂ. എന്നാൽ ഞാൻ വലിയൊരു സത്യം പറയാം. നമ്മുടെ പ്രയർ ടവറിലേക്ക് ഓരോ ആഴ്ചയിലും വരുന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുന്ന ആവശ്യങ്ങളിൽ പ്രാർത്ഥിച്ച് അന്ന് തന്നെയോ അല്ല പിറ്റേന്നോ ഒക്കെ ആയിട്ട് വരുന്ന സാക്ഷ്യങ്ങൾ മാത്രം ഈ കഴിഞ്ഞ എല്ലാ ആഴ്ചയിലും നമ്മളത് കോട്ടയത്തെ ആരാധനയിൽ വായിക്കും. കഴിഞ്ഞ ഒരാഴ്ച 200ഓളം പേരാണ് വിളിച്ച് അവരുടെ ജീവിതത്തിൽ നടന്ന അത്ഭുത സാക്ഷ്യങ്ങൾ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അവിടെ സാധാരണ നമ്മുടെ ഈ ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്ന സഹോദരന്മാരാ പ്രയർ ടവറിൽ പ്രാർത്ഥിക്കുന്നു. അവർ പറഞ്ഞു വിടുന്ന വാക്കുകൾ, വിശ്വാസത്തിൻ്റെ വാക്കുകൾ അവിടെ കർത്താവ് പ്രവർത്തിക്കുക. അപ്പോൾ ഇന്നവർ പ്രാർത്ഥിക്കണമെന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഒരാൾ ആരുമാകട്ടെ അല്ലെങ്കിൽ 2 പേർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒന്ന് എഗ്രി ചെയ്ത് പ്രാർത്ഥിച്ചാൽ അവിടെ അത്ഭുതം തീർച്ചയാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഇന്ന് TV-യിൽ ഒരു ചിത്രമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞു വിടുന്ന വാക്കുകൾ, കേട്ടുകൊണ്ടിരിക്കുന്ന വചനം, അതിൽ ക്രിസ്തുവുണ്ട്. നമുക്കൊന്ന് ആത്മാവിൽ ഒരുമിച്ച് ആ വീട്ടിലിരിക്കുന്നവരൊന്ന് കൈകോർത്ത് ഒന്നിച്ച് പ്രാർത്ഥിച്ച് ഇപ്പോൾ തന്നെ ദൈവപ്രവർത്തികൾ നടക്കാൻ പോവുക. പിതാവാം ദൈവമേ, പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ വരികയാണ്. ഇനി വിടുതലില്ല എന്ന് പറഞ്ഞ പല പ്രശ്നങ്ങളുമായി പലരും ഈ സന്ദേശവും ഈ വചനവും കേട്ടുകൊണ്ടിരിപ്പുണ്ട്.
കർത്താവിൻ്റെ അത്ഭുതകരത്താൽ വിടുതലാകട്ടെ. അവരുടെ ആ പ്രയാസമേറിയ കാര്യത്തിൽ ഞങ്ങളിപ്പോൾ കൈ കോർക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം വിടുതലാകട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവിൻ്റെ കരം നീട്ടിയതിനായി സ്തോത്രം. രോഗബന്ധനങ്ങൾ അഴിയട്ടെ, പ്രതിസന്ധികൾ മാറട്ടെ, പുതുവഴികൾ തുറക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിടുതലാകട്ടെ. വലിയ ആരോ ഈ TV പ്രോഗ്രാം കാണുന്ന ഈ സമയത്ത് തന്നെ അലറിക്കരഞ്ഞുകൊണ്ട് അതിവേദനയോടെ ഇത് കാണുന്നു എന്ന് എൻ്റെ ഉള്ളിൽ കർത്താവിൻ്റെ ആത്മാവ് സംസാരിക്കുക. നിങ്ങളൊന്നും ഭാരപ്പെടേണ്ട, കർത്താവ് വഴിയൊരുക്കിയിട്ടുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുത വിടുതലാകട്ടെ. കർത്താവ് വിടുവിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. അപ്പോൾ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വേറൊരു കാര്യം പ്രത്യേകം ഓർപ്പിക്കട്ടെ. വേറെ ആരുടെയും ദോഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. നമ്മളുടെ നന്മയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. നമ്മളെ ദോഷം ചെയ്തവർക്ക് ഒരു മാറ്റം വരാൻ പ്രാർത്ഥിക്കാം. അവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനേ ദൈവവചനം ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നുള്ളൂ. കർത്താവ് നമ്മെ ധാരാളമായ നന്മകളാൽ നിറയ്ക്കട്ടെ. ഡിസംബർ 31 മീറ്റിങ്ങിൽ നിങ്ങളും വരണം, കുടുംബമായി വരണം. കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ 2016 വർഷത്തിലേക്ക് പുതുവത്സര സന്ദേശം നമുക്ക് വേണ്ടി ഉണ്ടായിരിക്കും. പുതുവത്സരത്തിൽ കർത്താവ് ചെയ്യാൻ പോകുന്ന വലിയ കാര്യങ്ങൾ ആത്മാവിൽ നമുക്ക് കർത്താവ് നൽകിത്തരും. പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഒന്നിച്ചായിരിക്കാം. കർത്താവ് നമ്മെ ധാരാളമായ നന്മകളാൽ നിറയ്ക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. 2016 യേശു കൊടുത്ത് സ്വർഗീയ വിരുന്ന് പുതുവത്സര ശുശ്രൂഷ കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ ഡിസംബർ 31 വൈകിട്ട് 6 മണി മുതൽ. പുതുവത്സര സന്ദേശം, അദ്ഭുത സാക്ഷ്യങ്ങൾ, പ്രാർത്ഥിക്കുക, പങ്കാളിയാവുക. 2016 യേശു കൊടുത്ത് बहते हुए खून की धार, ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को। ओ मसीह तूने हमको सिखाए